പ്ലീസ്. ഏത് പോസ്റ്റിലാണത്? അക്കൗണ്ടന്റ് പോസ്റ്റിലാണ്. മുഹമ്മദ് ഷാരി VK. എന്താ എക്സ്പീരിയൻസ് ഉണ്ടോ? പരിചയമില്ല. ഏത് കോഴ്സാണ് എടുത്ത് പറ. 3 വർഷം BCom ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം MCom. അത് കഴിഞ്ഞ് 1 വർഷം അക്കൗണ്ടിങ് ക്ലാസ്സിന് പോയി 1 അവറിൽ. ഡെയിലി 1 അവറിലെ. ഓക്കെ, അത് 2 കഴിഞ്ഞു. വെരി ഗുഡ്. ഇപ്പം പിന്നീട് പരിചയം ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ, നേരെ കഴിഞ്ഞ് ഫസ്റ്റ് വരെയാണ്. ഏതായാലും ഡിഗ്രി എടുത്തിട്ടുണ്ട്, PG ഉണ്ട്, പിന്നെ 1 ഇയർ ടാലി പിന്നെ കോഴ്സ് എടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ല, കോഴ്സും എടുത്തിട്ടുണ്ട്. ഇത്തരക്കാരെ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ശരി. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട കുറച്ച് ഗുണങ്ങൾ ഉണ്ട്. അഥവാ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ PGക്ക് പഠിക്കുമ്പോൾ ക്യാമ്പസിലൊരു 5-6 മണിക്കൂറായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അല്ലേ? ബാക്കി ഒരു 5-6 മണിക്കൂർ നമുക്ക് കിടന്നുറങ്ങണം. 12 മണിക്കൂറും പോയി. ഒരു 2 മണിക്കൂർ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റ് മൊബൈൽ നോക്കാനും മാറ്റിക്കോ. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 10 മണി. ഒന്ന് ഉറക്കെ പറഞ്ഞോ കേട്ടോ, ഇതിനെങ്ങനെ പേടിക്കണേ. 10 മണിക്കൂറുണ്ട്. ശരി, ഈ 10 മണിക്കൂർ മോൻ എന്ത് ചെയ്തു? എന്തൊക്കെ ചെയ്തു? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഓക്കെ ഓഫ് കോഴ്സ് സാറില്ല. പക്ഷെ ആ 10 മണിക്കൂർ അതൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു അല്ലേ? ഇപ്പം തോന്നുന്നു അല്ലേ? PG അങ്ങനെ തന്നെ അല്ലേ ഉണ്ടായി? 2 കൊല്ലം PGക്ക് പോയി, ഒരു 10 മണിക്കൂർ കിട്ടി നിങ്ങൾക്ക്. എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഓക്കെ, ഡൺ. ലാസ്റ്റ് ഒരു വർഷം നിങ്ങൾ ടാലിക്ക് പോയി, ടാലി പഠിക്കാൻ, കമ്പ്യൂട്ടർ അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ടിയിട്ട് പോയി അല്ലേ? അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 15 മണിക്കൂർ ബാക്കി ഉണ്ടായിരുന്നു. യെസ്, നേരത്തെ 10 മണിക്കൂറായിരുന്നു, ഇപ്പോൾ 15 മണിക്കൂർ. കഴിഞ്ഞ ഈ ഒരു വർഷം 15 മണിക്കൂർ കയ്യിലുണ്ട് ബാക്കി. എന്ത് ചെയ്തു? വീടിൻ്റെ സഹായമായിട്ട്. കാരണം പല ആൺകുട്ടികളും അങ്ങനെയാണ്, നല്ല ആൺകുട്ടികളായിരിക്കും. കാരണം വീട്ടിൽ ഉമ്മ ഉപ്പയൊക്കെ ഉണ്ടാകും, അവരെ സപ്പോർട്ട് ചെയ്തു. വീടിൻ്റെ കാര്യങ്ങൾ സഹായിച്ചു. വെരി ഗുഡ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീട് സഹായിച്ച ഇവരെ നമുക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാം. കാരണം വീട്ടിലെ കാര്യങ്ങൾ ഇവർ ചോദിച്ചു, ഡേ ടു ഡേ ആക്ടിവിറ്റി അറിയാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ മോനോടുള്ള ചോദ്യങ്ങൾ ഇനി ആ ലെവലിലാവട്ടെ. അക്കൗണ്ടൻ്റ് ആണല്ലോ, ഇവർ നമ്മുടെ കമ്പനിയെ ഇനി സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ്. എൻ്റെ വീട്ടിൽ ഒരു മാസത്തെ ചിലവ് എത്രയാണ്? വീട് നോക്കിയ കുട്ടിയാണ്. ഒരു മാസത്തെ ചിലവ്. ശരി, ഒരു മാസത്തെ വരവ് എത്രയാണ് എൻ്റെ കുടുംബത്തിൻ്റെ? അറിയില്ല, ശ്രദ്ധിച്ചിട്ടില്ല. വേണ്ട, ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്രയാണ് മോനെ? അതും അറിയില്ല. ഉമ്മയും വാപ്പയും ഒരു മാസം എത്ര രൂപയുടെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നറിയോ? അവർക്ക് രോഗമുണ്ട് അല്ലേ? രോഗമില്ലാത്ത ആരുമില്ല, അതും അറിയില്ല. ഇതാണ് ഇന്നത്തെ നിങ്ങളെപ്പോലുള്ള യുവാക്കളുടെ വലിയ പ്രശ്നം. ഒരു വീടിൻ്റെ ചിലവറിയാത്ത, വീടിൻ്റെ വരവറിയാത്ത, രക്ഷിതാക്കളുടെ അസുഖങ്ങളെക്കുറിച്ചും അറിയാത്ത, അവർക്ക് എത്ര രൂപയുടെ മരുന്ന് വേണമെന്നറിയാത്ത നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ ഞങ്ങളെപ്പോലുള്ള ഇത്തരം സ്ഥാപനത്തിലെ സാമ്പത്തിക കൈകാര്യം ചെയ്യാൻ പറ്റുക? ഞങ്ങളുടെ പണം എങ്ങനെ ചിലവാക്കണം, ഞങ്ങളുടെ വരവെത്ര ചിലവെത്ര എന്ന് നോക്കേണ്ടവരല്ലേ നിങ്ങളൊക്കെ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ പണിയെടുക്കുക ഇവിടെ വന്ന്? സോറി കേട്ടോ, ഇത്തരക്കാരല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഓക്കെയാണ് മോനെ. ഇല്ല, അവിടെ ഫ്രഷ് അല്ല. 5-6 കൊല്ലം നിങ്ങൾ 3-4-5 കൊല്ലം, ഇനി ഒരു ഡിഗ്രി മാത്രം ആവട്ടെ, ഒരു 3 കൊല്ലം നിങ്ങൾ ക്യാമ്പസിൽ പോയപ്പോൾ കിട്ടിയ 5-10 മണിക്കൂർ നിങ്ങൾ വല്ലതും ഇതുപോലെ ആവശ്യത്തിന് ചിലവാക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ശമ്പളം പോലും ചോദിക്കാതെ ഒരു എക്സ്പീരിയൻസ് നേടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു 2 മണിക്കൂറെങ്കിലും ആ പഠനത്തിൻ്റെ ശേഷം നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു ക്യാഷ്യർ, ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു എനിക്കൊരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനിയെങ്കിലും അങ്ങനെ ഒന്ന് ശ്രമിക്കുക. ഡിഗ്രി മാത്രം കഴിയലല്ല, ആ ഡിഗ്രിയോടൊപ്പം
പി ജിയോടൊപ്പം ഒരല്പം എക്സ്പീരിയൻസും കൂടി പഠന നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് എത്രയോ പോസ്റ്റുകളാണ് ഇവിടെ ഒഴിവ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത്തരം ഒരാളെ കിട്ടാൻ വേണ്ടി എത്ര രൂപയാണ് ചിലവാക്കുന്നത്? ദിവസം ഇൻ്റർവ്യൂ ചെയ്യുക, ഇങ്ങനെ പത്രത്തിൽ കൊടുക്കണം, ടി വിയിൽ കൊടുക്കണം, ഫേസ്ബുക്കിൽ ഇടണം, ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് അവർക്ക് ചിലവ് എത്രയാണ് നിങ്ങൾ ചിലവാക്കുന്നത്? എന്നിട്ടും അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുന്നില്ല. അപ്പോൾ മോനൊരു കാര്യം ചെയ്യുക, നാളെ മുതൽ തന്നെ എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കുക. എവിടെ വീടെന്ന് പറഞ്ഞു? ഇവിടെ മലപ്പുറം ജില്ല പരപ്പനങ്ങാടിയിലാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ശമ്പളം ഒന്നും നോക്കണ്ട. ഒരു കൊല്ലം ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോലിക്ക് ശമ്പളം ചോദിക്കാതെ മോൻ പരിചയം നേടാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം അപ്ലൈ ചെയ്യും കേട്ടോ. ശരിയോ?